A1 ഇക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ ഇക്കണോമിക്സിൻ്റെ 2024 ഫെബ്രുവരിയിൽ, അതായത് ഈ വർഷം നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 50-60% അല്ലെങ്കിൽ 50-60 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയും ഒന്നും തന്നെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കൂടിയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അതനുസരിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50-60 മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആൻസർ എനി 8 ക്വസ്റ്റ്യൻ ഫ്രം 1 to 10. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 8 എണ്ണത്തിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു സ്റ്റഡി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? കാർവേ കമ്മിറ്റി. കാർവേ കമ്മിറ്റിയാണ് ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ? ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ ഏത് തരത്തിലാണ്? 4 എണ്ണം തന്നിട്ടുണ്ട്. ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസ്കേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, നൺ ഓഫ് ദീസ്. ഇതിൽ ഡിസ്കേസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ. തേർഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ അനദർ നെയിം ഫോർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? ഉപഭോക്തൃ വില സൂചകത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്നാണ്. ജീവിത ചിലവ് സൂചിക. ഇതെല്ലാം എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ മോഡ് ഫ്രം ദ ഗിവൺ ഡാറ്റ. ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മോഡ് കണ്ടെത്തുക. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ശരിക്കും മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നില്ല, കാരണം അതിൽ നിന്ന് നമുക്ക് മോഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ: ഹു എസ്റ്റിമേറ്റഡ് പോവർട്ടി ലൈൻ ഓൺ ദ ബേസിസ് ഓഫ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ ഇന്ത്യ? ജയിൽ ജീവിത ചിലവ് അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കിയത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. 6th ക്വസ്റ്റ്യൻ: ഹിസ്റ്റോഗ്രാം ക്യാൻ ഹെൽപ്പ് ഫോർ ഫൈൻഡിങ്. ഹിസ്റ്റോഗ്രാം എന്ത് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്? മോഡ് കണ്ടുപിടിക്കാനാണ് ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കുക. ദെൻ WTO ഫൗണ്ടഡ് ഇൻ ദ ഇയർ. WTO സ്ഥാപിതമായ വർഷം ഏതാണ്? 1995 WTO സ്ഥാപിതമായത്, 1995. ദെൻ ഫൈൻഡ് ഓഡ് വൺ. കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. നമുക്ക് തന്നിരിക്കുന്നത് CSO, NSSO, ICMR, RGI ആണ്. ഇതിൽ ICMR ആണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത്. ദെൻ 9th ക്വസ്റ്റ്യൻ: നബാർഡ് സെറ്റപ്പിൻ. നബാർഡ് സ്ഥാപിതമായത് എന്നാണ്? 1982, 1982. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ. 2 ചരങ്ങൾ തമ്മിലുള്ള സഹബന്ധം ഏതാണ്? അത് ചിത്രരൂപത്തിൽ അവതരിപ്പിക്കുന്നത് ഏതാണ്? സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രത്തിലാണ് 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്: ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 11 to 15. 4 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക, 11 മുതൽ 15 വരെയുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പല കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. 2 മാർക്കാണ് ഇതിനകത്ത് വരുന്നത്. ലോ ഇൻകം, കുറഞ്ഞ വരുമാനം; ലാക്ക് ഓഫ് അസറ്റ്, അസറ്റിൻ്റെ അഭാവം; അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ; ഇൻഇക്വാളിറ്റി, അസമത്വം തുടങ്ങിയ പല കാരണങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോ ഇക്കണോമിക് ഗ്രോത്ത്, കുറഞ്ഞ സാമ്പത്തിക വളർച്ച; പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, വർദ്ധിച്ച ജനസംഖ്യ; ഇൻഫ്ലേഷൻ. ഇതെല്ലാം ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ്: ഡ്രോ എ സിമ്പിൾ ബാർ ഡയഗ്രാം ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. താഴെ തന്നിരിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഓൺ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ.
നമുക്കെല്ലാവർക്കും അറിയാം സ്വയം സഹായ സംഘങ്ങൾ റൂറൽ ഏരിയയിൽ കാർഷിക രംഗത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പല ക്രെഡിറ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. നമ്മുടെ കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങളൊക്കെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതിലൂടെ അഗ്രികൾച്ചറിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും വളരെയേറെ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റെപ്സ് ഫോർ മേക്കിംഗ് എ പ്രൊജക്റ്റ് ആർ മെൻഷൻ ബിലോ, കംപ്ലീറ്റ് ദ ഗിവൺ ചാർട്ട്. താഴെ തന്നിരിക്കുന്ന ചാർട്ട് പ്രൊജക്റ്റിൻ്റെ മെയിൻ സ്റ്റെപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റത്തേത് ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം, അത് നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, ടാർഗറ്റ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക. തേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുക. ഫോർത്ത് തന്നിട്ടുണ്ട് ഓർഗനൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ദെൻ ഫിഫ്ത്ത് അനാലിസിസ് ഓഫ് ഡാറ്റയാണ്. ദെൻ സിക്സ്ത്ത് കൺക്ലൂഷനാണ്. ദെൻ സെവൻത്ത് ബിബ്ലിയോഗ്രഫിയാണ്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, 2 മാർക്കിൻ്റെ, എല്ലാവരും ശ്രദ്ധിക്കുക. ദെൻ അടുത്തതാണ് എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് IPR 1956. IPR എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട് വരുന്നത് 1956ലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട 2 പ്രൊവിഷനാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഇങ്ങനെയാണ്, ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺ ബൈ ദ സ്റ്റേറ്റ്. അതായത് ഇതിനെ IPR 1956 ക്ലാസിഫൈ ചെയ്യുന്നത്, ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 രീതിയിലാണ്. അതിൽ ഒന്നാമത്തേത് ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺ ബൈ ദ സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. അതുപോലെ ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ദ പ്രൈവറ്റ് സെക്ടർ ക്യാൻ കോഎക്സിസ്റ്റൻസ് വിത്ത് ദ പബ്ലിക് സെക്ടർ ബട്ട് പ്ലേയിങ് ഓൺലി എ സപ്ലിമെൻ്ററി റോൾ ഹിയർ ന്യൂ യൂണിറ്റ്സ് വിൽ ബി സെറ്റപ്പ് ഓൺലി ഇൻ ദ പബ്ലിക് സെക്ടർ. അതായത് പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും കോഎക്സിസ്റ്റൻസ് ആയിട്ട് നടത്തുന്ന ഇൻഡസ്ട്രീസിനെ വേർതിരിക്കുന്നു. അതിൽ പബ്ലിക് സെക്ടറിന് സപ്ലിമെൻ്ററി റോളാണ് ഉള്ളത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് റിമൈനിങ് ഇൻഡസ്ട്രീസ് വെയർ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ. ബാക്കിയത്തെ എല്ലാം ആരെല്ലാം പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറ്റി. അങ്ങനെ 3 പ്രൊവിഷനാണ് IPR 1956 പറയുന്നത്. ഫസ്റ്റ് ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺ ബൈ ദ സ്റ്റേറ്റ്. സെക്കൻഡ് ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ദ പ്രൈവറ്റ് സെക്ടർ ക്യാൻ കോ എക്സിസ്റ്റൻസ് വിത്ത് ദ public sector but playing only a supplementary role. Then third, remaining industries were completely left to the private sector. Then next question, answer any 4 questions from 16 to 20. ഈച്ച് ക്യാരി 3 മാർക്ക്. അതായത് 16 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യന് 4 ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇതിനകത്ത് തന്നിരിക്കുന്നത് ടേബിളിൻ്റെ മെയിൻ പാർട്ടുകളാണ്. ഫസ്റ്റ് ടേബിൾ നമ്പറാണ്, തന്നിട്ടില്ല, നമ്മൾ എഴുതണം. രണ്ടാമത്തേത് തന്നിട്ടുണ്ട് ടൈറ്റിൽ. മൂന്നാമത്തേത് സ്റ്റബാണ്. നാലാമത്തേത് ക്യാപ്ഷനാണ്. അഞ്ചാമത്തേത് ബോഡിയാണ്. ആറാമത്തേത് മെഷർമെൻറ്റ് യൂണിറ്റാണ്. ഏഴാമത്തേത് സോഴ്സ് നോട്ടാണ്. എട്ടാമത്തേത് ഫുഡ് നോട്ടാണ്. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനടുത്തത് റീസൺസ് ഫോർ അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. കൊളോണിയൽ കാലഘട്ടത്തിൽ അഗ്രികൾച്ചറൽ സെക്ടറിലെ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വയ്ക്കുക. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ്റെ റീസണായിട്ട് പറയുന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ലോ ലെവൽ ഓഫ് ടെക്നോളജി, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസർ, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി, ദെൻ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇതാണ് അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ്റെ റീസൺ. അതായത് ചൂഷണാത്മകമായ ഭൂനികുതി വ്യവസ്ഥ, സാങ്കേതിക വിദ്യയുടെ അഭാവം, രാസവള പ്രയോഗങ്ങളുടെ അഭാവം, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, അതുപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ കൊമേഴ്ഷ്യലൈസേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനടുത്തതാണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റോൾ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് വളരെയേറെ യൂസ് ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി മേക്ക് ചെയ്യാനും, പോപ്പുലേഷൻ പ്രോബ്ലം, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം, അതുപോലെ ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കാനായിട്ട്, അതിൻ്റെ ഡിമാൻഡ് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട്, അതുപോലെ ഓരോ വസ്തുവിൻ്റെ സപ്ലൈ എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലാം ഇക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ തീരും. ദെൻ അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറിന് പകരമായിട്ട് നമ്മളെന്താ യൂസ് ചെയ്യുന്നത്? ഓർഗാനിക് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ മെയിൻ മെറിറ്റ് ആയിട്ട് പറയുന്നത്
Organic food has high nutritious value. It is labor intensive. Original food has huge international market. It is eco-friendly. അതായത് ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാണ്, ഇത് കൂടുതലായിട്ട് ലേബർ ഇൻറ്റൻസീവ് ആണ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന് വളരെയേറെ ഡിമാൻഡുണ്ട്, അതുപോലെ പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. ഇതാണ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റായിട്ട് പറയാം. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ്. റൈറ്റ് എനി 2 ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്. സെൻസസും സാമ്പിളിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ ഐറ്റത്തിനെയും ഉൾപ്പെടുത്തി നടത്തുന്ന സർവേ ആണ് സെൻസസ് സർവേ. സാമ്പിൾ സർവേ എന്ന് പറയുന്നത് കുറച്ച് ഐറ്റത്തിനെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന സർവേ ആണ്. അതിൽ സാമ്പിളിങ്ങിന് 2 ടൈപ്പ് ഉണ്ട്, റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. ദെൻ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് എല്ലാ ഐറ്റത്തിനും സാമ്പിളാകാനുള്ള ചാൻസ് തുല്യമാണ്, അതാണ് റാൻഡം സാമ്പിളിങ്. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് എല്ലാത്തിനും സാമ്പിളാകാനുള്ള ചാൻസ് ഒരേപോലെയല്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 12 to 25 ഈച്ച് 4 സ്കോർ. 21. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡാറ്റ. പോപ്പുലേഷൻ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കണക്കാക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. അപ്പോൾ നമുക്കിവിടെ 90 ഡിവൈഡഡ് ബൈ 140 ആണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈക്വൽ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ 90 ആണ്. 90 ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ 140 ആണ്. 90 ബൈ 140 ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 90 ഡിവൈഡഡ് ബൈ 140 ഇൻറ്റു 100. അതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയാം. ദെൻ അനലൈസ് ദ ഫോളോയിങ് ടേബിൾ. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഇൻ ഇന്ത്യ 2017 to 18. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ 2017-18 തന്നിട്ടുണ്ട്. അതനുസരിച്ച് ആ ടേബിളിനെ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മെന്നിൻ്റെയും സെക്സ് അനുസരിച്ച്, അതായത് മെൻ വിമൺ തന്നിട്ടുണ്ട്, ടോട്ടൽ റൂറൽ അർബൺ തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റൂറൽ ഏരിയ ടോട്ടൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ മെന്നിൽ 51.1 ആണ്, ഫീമെയിൽ അല്ലെങ്കിൽ വിമൺ 16.5 ആണ്. ടോട്ടൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ 34.7 ആണ്. ഇതിൽ റൂറൽ ഏരിയയിൽ മെന്നിൻ്റേത് 51.7ഉം വിമണിൻ്റേത് 17.5ഉം ആണ്. ടോട്ടൽ റൂറൽ പോപ്പുലേഷൻ വരുന്നത് 35 ആണ്. ദെൻ അർബൺ ഏരിയയിലാണെങ്കിൽ മെന്നിൻ്റേത് 53 ആണ്, വിമണിൻ്റേത് 14.2 ആണ്, ടോട്ടൽ 33.9 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും റൂറൽ ഏരിയയിൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കൂടുതലായിട്ടുള്ളത് 35 ആണ്. ടോട്ടൽ പോപ്പുലേഷൻ 35 ആണ്. അതിൽ തന്നെ അർബൺ ഏരിയയിലാണ് മെന്നിൻ്റേത് കൂടുതലുള്ളത്. ദെൻ റൂറൽ ഏരിയയിലാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ വിമണിൻ്റേത് കൂടുതലുള്ളത് 17.5 ആണ്. ഇങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് നമുക്ക് ഈ ടേബിൾ നോക്കുമ്പോൾ എത്തിച്ചേരാനായിട്ട് സാധിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റൽ ഇനീഷ്യേറ്റഡ് ബൈ ദ ചൈന ഫോർ ഇറ്റ്സ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ചൈന സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി സ്വീകരിച്ച വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് 10th ചാപ്റ്ററിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുന്നുണ്ട്. ചൈനീസ് ഇക്കണോമിക് സ്ട്രാറ്റജി, അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് കമ്മ്യൂൺ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെല്ലാം എന്താണ് ചൈനയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിനടുത്തതാണ് ഡ്രോ സ്കാറ്റർ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ്. പോസിറ്റീവ് കോറിലേഷൻ്റെയും നെഗറ്റീവ് കോറിലേഷൻ്റെയും പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെയും പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ്റെയും ഡയഗ്രാംസ് വരയ്ക്കുക. ദെൻ വാട്ട് ഇൻ 24th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ? എക്സ്പ്ലെയിൻ എനി 2 മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഫോർ ഗ്രീൻ റവല്യൂഷൻ. എന്താണ് ഗ്രീൻ റവല്യൂഷൻ? അതിൻ്റെ 2 മെറിറ്റും ഡിമെറിറ്റും പറയുക എന്നുള്ളതാണ്. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രീൻ റവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രീൻ റവല്യൂഷൻ മീൻസ് യൂസ് ഓഫ് chemical fertilizer, high yielding variety seed,
use of modern implement like tractor, pump set, etc. in irrigation facility in order to increase the agricultural production. അതായത് ഗ്രീൻ റവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളും ട്രാക്ടറും പമ്പ് സെറ്റുകളും അതുപോലെ തന്നെ രാസവളങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് കാർഷിക രംഗത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗ്രീൻ റവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റായിട്ട് പറയുന്നത് ഇതിൽ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഫുഡ് ഷോർട്ടേജ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് പുവർ ഫാമേഴ്സും റിച്ച് ഫാമേഴ്സും തമ്മിലുള്ള ഡിസ്പാരിറ്റി, അസമത്വം വർദ്ധിച്ചു. അതുപോലെ തന്നെ ഇത് കെമിക്കൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഗുണം ലഭിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ കൂടുതൽ മെഷീനറി യൂസ് ചെയ്തുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് കൂടാനായിട്ട് ഗ്രീൻ റവല്യൂഷനിലൂടെ കാരണമായി തീർന്നു എന്നും പറയപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് റൈറ്റ് ടു യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ 2 യൂസസ് പറയുക. ദ ഹെൽപ്പ് ഇൻ ഫോമിങ് സൂട്ടബിൾ പോളിസീസ്. ഇൻഡെക്സ് നമ്പർ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോമുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ദ റിവീൽ ട്രെൻഡ് ആൻഡ് ടെൻഡൻസീസ്. ട്രെൻഡും ടെൻഡൻസീസും മനസ്സിലാക്കാനായിട്ട് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നു. ഇൻഡെക്സ് നമ്പർ ആർ വെരി യൂസ്ഫുൾ ഇൻ ഡിഫ്ലേറ്റിംഗ്. ദെൻ ദേ ഹെൽപ്പ് ഇൻ മെഷറിങ് ദ പർച്ചേസിങ് പവർ ഓഫ് മണി. പർച്ചേസിങ് പവർ ഓഫ് മണി മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നു. കാൽക്കുലേറ്റ്സ് ഇൻഡെക്സ് നമ്പർ യൂസിങ് സിമ്പിൾ അഗ്രഗേറ്റീവ് മെത്തേഡ്. സിമ്പിൾ അഗ്രഗേറ്റീവ് മെത്തേഡ് അനുസരിച്ച് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 26 to 30. ഈച്ച് ക്യാരി 5 സ്കോർ. എക്സ്പ്ലെയിൻ ദ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ എ കൺട്രി. ഇന്ത്യയിലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ മേജർ സോഴ്സ് ഏതാണ്? ഫസ്റ്റ് എഡ്യൂക്കേഷൻ, സെക്കൻഡ് ഹെൽത്ത്, തേർഡ് ജോബ് ട്രെയിനിങ്, ഫോർത്ത് മൈഗ്രേഷൻ, ഫിഫ്ത്ത് ഇൻഫോർമേഷൻ. ഇതിലെയാണ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ദെൻ എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ് ഏതൊക്കെയാണ്? പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്, ടെലിഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ്, ഇൻ്റർനെറ്റ് ഓർ ഇമെയിൽ. 4 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക. ദെൻ അടുത്തത് ഡ്രോ ഹ്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. അതായത് ലെസ് ദാൻ ആൻഡ് മോർ ദാൻ അച്ചീവ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് ലെസ് ദാൻ ഹ്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും ഗ്രേറ്റർ ദാൻ ഹ്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും വരയ്ക്കുക. അതിനുശേഷം ടേബിളും കൺസ്ട്രക്ട് ചെയ്യുക. അതിനുശേഷം ഡയഗ്രാം വരയ്ക്കുക. അതിനടുത്ത് ഡിഫൈൻ പോവർട്ടി ലൈൻ. എന്താണ് പോവർട്ടി ലൈൻ? എ കട്ട് ഓഫ് ലൈൻ വിച്ച് ഡിവൈഡ് പീപ്പിൾ ഇൻ ടു പുവർ ആൻഡ് നോൺ പുവർ. പീപ്പിളിനെ പുവർ എന്നും നോൺ പുവർ എന്നും വേർതിരിക്കുന്ന ലൈനാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ 3 അപ്രോച്ചസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ പോവർട്ടി അലിവിയേഷൻ ഇൻ ഇന്ത്യ. 3 അപ്രോച്ചസ്. ഒന്നാമത്തേത് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ദെൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി മെഷേഴ്സ്. ഇങ്ങനെ 3 അപ്രോച്ചസാണ് വരുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. അതും കൃത്യമായിട്ട് പഠിക്കുക. 4th ചാപ്റ്ററിനകത്തുണ്ട്. കൃത്യമായിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവരും പഠിക്കുക. ദെൻ 13th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ടേക്കിംഗ് ക്ലാസ് ഇൻ്റർവൽ ഓഫ് 10. അതായത് ഇൻഡിവിജ്വൽ സീരീസും കണ്ടിന്യൂസ് സീരീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ അതിനെ എന്താണ് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ക്ലാസ്സസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. 0 to 10, 10 to 20. എന്നിട്ട് ടാലി മാർക്ക് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസീസും മാർക്ക് ചെയ്യും. അതാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് ആൻസർ എനി 2 ക്വസ്റ്റ്യൻ ഫ്രം 31 to 33. ഈച്ച് ക്യാരി 8 സ്കോർ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റത്തേത് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? അതായത് ഫ്യൂച്ചർ ജനറേഷന് ഹാനികരമല്ലാത്ത രീതിയിൽ ഇന്നത്തെ ജനറേഷൻ്റെ ഡെവലപ്മെൻറ്റ്, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഡെവലപ്മെൻറ്റ് ദാറ്റ് സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്. Development that meet the need of the present generation without compromising the ability of future generation to meet their own needs. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഫ്യൂച്ചർ ജനറേഷന് ഹാനികരമല്ലാത്ത രീതിയിൽ ഇന്നത്തെ ജനറേഷൻ്റെ ഡെവലപ്മെൻറ്റ്, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്.
What are the recommendations put forward by the environmental economists to maintain sustainable development? Describe the strategy of sustainable development. മെയിൻ സ്ട്രാറ്റജി പറയുന്നത് യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കുക, LPG, ഗോബർ ഗ്യാസ് ഒക്കെ റൂറൽ ഏരിയാസിൽ യൂസ് ചെയ്യുക, അതുപോലെ CNG അർബൺ ഏരിയയിൽ യൂസ് ചെയ്യുക, വിൻഡ് എനർജിയും സോളാർ എനർജിയും മിനി ഹൈഡൽ പ്രൊജക്റ്റുമൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഉള്ള സ്ട്രാറ്റജിയായിട്ട് പറയുന്നത്. അത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കുക എല്ലാവരും. അത് 9th ചാപ്റ്ററിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തത് 32 കാൽക്കുലേറ്റ് മീൻ മീഡിയൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഡാറ്റ അനുസരിച്ച് മീനും മീഡിയനും കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ലോവർ കോട്ടയിൽ, അതായത് കോട്ടയിൽ ഫസ്റ്റ് കോട്ടയിൽ കണ്ടെത്താനാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ പോളിസി ഓഫ് 1991. നമുക്കെല്ലാവർക്കും അറിയാം 1991 ന്യൂ ഇക്കണോമിക് പോളിസിയാണ് ലിബറലൈസേഷൻ പോളിസിയും ഗ്ലോബലൈസേഷൻ പോളിസിയും. ലിബറലൈസേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ലിബറേറ്റിംഗ് ദ ഇക്കോണമി ഫ്രം എനി റെസ്ട്രിക്ഷൻ, എല്ലാ റെസ്ട്രിക്ഷൻസിൽ നിന്നും ഇക്കോണമിയെ ലിബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ടാക്സ് സെക്ടറിൽ, അതുപോലെ ഫോറിൻ ട്രേഡിൽ, അതുപോലെ ഇമ്പോർട്ടിൽ, ഇങ്ങനെ പല അത് ഫിനാൻഷ്യൽ സെക്ടറിലൊക്കെയുള്ള റിഫോർമേഷൻ പറയുന്നുണ്ട്. 3rd ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ശ്രദ്ധിക്കുക. അതുപോലെ ഗ്ലോബലൈസേഷൻ ഇക്കോണമിയെ ഒരു ഗ്ലോബൽ വില്ലേജായിട്ട് കൺസിഡർ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ഓഫ് ദ വേൾഡ് ഇക്കോണമി, അതാണ് ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഔട്ട്സോഴ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്സോഴ്സിങ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് എഴുതുക. അത് 3rd ചാപ്റ്ററിന് അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ളത്. അതായത് സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കാനായിട്ട്, ലെസ് ദാൻ, മോർ ദാൻ, ഉജീവ് വരയ്ക്കാനായിട്ട്, അതുപോലെ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊട്ട് തന്നെ ഒരു വീഡിയോ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. പിന്നെയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.